guys, welcome back to another video. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിനും ഷോർട്സിനും ഒക്കെ തംബ്നെയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. ഞാൻ ഇതിനു മുന്നേ എൻ്റെ റീൽസും വീഡിയോസും ഒക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നും പിന്നെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ താഴെ കോമൺ ആയിട്ട് കണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തംബ്നെയിൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനത്തെ തംബ്നെയിൽസ് ഒക്കെയാണ് ഇടുന്നത് എന്നുള്ളത്. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷെ എനിക്ക് അറിയുന്ന പോലെ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആ തംബ്നെയിൽസ് ഒക്കെ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്, ഏത് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആൻഡ് ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ തംബ്നെയിൽ ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ തംബ്നെയിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ്. പിക്സാർട്ടും സ്നാപ്സീഡും ഇൻഷോട്ടും ക്യാൻവ, ഇതിലൊക്കെ നമുക്ക് നമ്മുടെ തംബ്നെയിൽസ് എഡിറ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ക്യാൻവയാണ്. അപ്പൊ ഞാൻ ഇന്നിവിടെ ക്യാൻവയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങളൊരു ലോങ് വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തംബ്നെയിൽ ഇടാനായിട്ട് പറ്റിയ ഒന്ന് രണ്ട് ഫോട്ടോസ് നിങ്ങൾ എടുത്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോയിൽ ഏതെങ്കിലും ചെറിയ ചെറിയ പാർട്സ് ഒക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തംബ്നെയിലിന് വേണ്ടി നിങ്ങൾ റെഡിയാക്കി വെച്ചേക്കണം. ഇനിയപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പം നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആപ്പ് സ്റ്റോർ ആണോ പ്ലേ സ്റ്റോർ ആണോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്മളുടെ ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ ക്യാൻവ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അത് ഇങ്ങനെയൊരു ഇതാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് ഓൾറെഡി ഒരുപാട് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും എൻ്റെ പാസ്റ്റ് പ്രൊജക്റ്റ് ഞാൻ ഇതിന് മുന്നേ ലൈക്ക് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തംബ്നെയിൽസ് എല്ലാം എനിക്കിവിടെ താഴെ കാണാൻ പറ്റും. നിങ്ങൾ പുതിയതായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു ഇമെയിൽ ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്ത് അപ്പോൾ നിങ്ങൾക്കൊരു ഫ്രഷ് പേജ് ഇതുപോലെ കിട്ടും. ഇനി ഇതാ നമുക്കിവിടെ മുകളിൽ സെർച്ച് ബാർ ഉണ്ട്. സംഭവം വളരെ സിമ്പിളാണ്. ഇതാ ഈ ഓപ്ഷൻസിൽ തന്നെ ഉണ്ട് യൂട്യൂബ് തംബ്നെയിൽ എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവിടെ യൂട്യൂബ് തംബ്നെയിൽ അങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെർച്ച് ബാറിൽ കയറിയിട്ട് യൂട്യൂബ് തംബ്നെയിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതാ അപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തംബ്നെയിൽ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ചിലത് മാത്രം പെയ്ഡ് വേർഷൻ ആണ്. ഈ പ്രോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്ന ഈ സാധനം നമ്മൾ പ്രോ വേർഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതായത് നമ്മൾ ക്യാഷ് കൊടുത്ത് എടുത്തിരിക്കുന്ന വേർഷനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഈ ഡെയിലി വ്ളോഗ്സിൻ്റെ ടെംപ്ലേറ്റ്സ് ഒക്കെ കണ്ടോ, ഇതിനൊന്നും നമുക്ക് ക്യാഷ് കൊടുക്കണ്ട, ഇതെല്ലാം ഫ്രീ ആണ്. ഇത്രയേറെ ടെംപ്ലേറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ തന്നെ തംബ്നെയിൽ ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചത്, പക്ഷേ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ച ഒരെണ്ണം എക്സാമ്പിൾ ആക്കി എടുത്ത് അത് ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ എന്നുള്ളതാണ്. ഞാനപ്പോൾ അതിൻ്റെ തംബ്നെയിലാണ് ഞാനിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ തംബ്നെയിലാണ് ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ യൂസ് ചെയ്തത്. ഇതിനകത്ത് എല്ലാ പാർട്സ് ഇതെല്ലാം താണ്ട് സെപ്പറേറ്റ് ആണ്. ഞാനതിവിടെ എൻ്റെ ഒരു ഫോട്ടോയിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടിൽ നിന്നുള്ള എന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്ക്രീൻ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ഇമേജ്. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫ്രഷ് ആയിട്ടൊരു സ്റ്റാർട്ടാണ് വേണ്ടത്. ഞാൻ ഹോമിലേക്ക് പോകുന്നു. അവിടെ ഞാൻ യൂട്യൂബ് തംബ്നെയിൽസ് എടുക്കുന്നു. ഇനി ഞാൻ യൂസ് 4+ വേർഡ്സ് ടു ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞ മുകളിലുള്ള സെർച്ച് ബാർ കണ്ടോ, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോയ്ക്കാണ് തംബ്നെയിൽ വേണ്ടത് എന്നവിടെ സെർച്ച് ചെയ്യാം നമുക്ക്. ഞാനിപ്പം അവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ എന്നാണ്. അപ്പോൾ എനിക്ക് ആ ഒരു തീമിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടെംപ്ലേറ്റ്സ് ആയിരിക്കും കേട്ടോ താഴെ വരാൻ പോകുന്നത്. ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ പലത് വരും. ഹൗ ടു മേക്ക് ഗ്രേറ്റ് ഫുഡ്, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്തത് യൂട്യൂബ് ചാനലിലേക്ക് ആക്കിയാൽ മാത്രം മതി കേട്ടോ. ഇവിടെ ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ പകരം നമുക്ക് നമ്മുടെ തന്നെ ഫോട്ടോസൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കളർ മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ടെക്സ്റ്റിൻ്റെ ഫോണ്ട് അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും മാറ്റാം, സ്റ്റൈലൊക്കെ മാറ്റാം. ഞാനിവിടെ സെലക്ട് ചെയ്തത് ഈ ഒരെണ്ണമാണ് കേട്ടോ. ഒത്തിരി ഒന്നും മാറ്റാനുണ്ടായിരുന്നില്ല. ഹൗ ടു സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ ടെക്സ്റ്റ് മാറ്റിയിട്ട് ഹൗ ടു സ്റ്റാർട്ട് യുവർ യൂട്യൂബ് ചാനൽ എന്നാക്കാൻ പോവാണ് ഇവിടെ. ഇനിതാ ആ ബ്ലാക്ക് സ്ക്രീൻ ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് അവിടെ എൻഡിങ്ങിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഈ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഫോട്ടോ ആണ് മാറ്റേണ്ടത്. ഞാൻ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴെയുള്ള ഓപ്ഷൻസിൽ റീപ്ലേസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അതായത് ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും പിന്നെ
ഈ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഈ സ്ക്രീൻ വന്നിട്ടുള്ള ഇതൊക്കെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോസാണ്. അതിലൊരെണ്ണം ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അത് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതെനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് വന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ അത് അത്രയും ആയിട്ടുണ്ട്. പിന്നെ ഈ ബ്ലാക്ക് ഞാനൊരു ഇത്തിരി കൂടെ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമല്ലോ. ഇനി ഞാൻ ഇവിടെയുള്ള എൻ്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് താഴെ അപ്ലോഡ്സിൽ പോയി അവിടെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് ഉണ്ട് എൻ്റെ തന്നെ. ഞാൻ അത് സെലക്ട് ചെയ്യുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ആക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കുവാണ്. എന്നിട്ട് അതിൻ്റെ സൈസ് കുറച്ച് കൂട്ടി അത്യാവശ്യം കാണാൻ പാകത്തിന് വലുതാക്കി വെക്കുവാണ്. എന്നിട്ട് അതെനിക്ക് ആവശ്യമുള്ള പൊസിഷനിൽ കൊണ്ടുപോയി ഞാൻ വെച്ചു. ഇപ്പോൾ അത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് എൻ്റെ ഒരു ഇതാക്കി വെച്ചു. ഇനി വാച്ച് നൗ എന്നുള്ളത് അതിൻ്റെ ബാക്കിയത്തെ പോർഷൻ എൻ്റെ ഫോട്ടോയുടെ ബാക്കിലായി പോയി, അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്ര ആക്കി വെച്ചേക്കുവാണ്. ഇനി എനിക്ക് തോന്നുന്നു എൻ്റെ പേര് എലിസബത്ത് ജിജി ബെന്നി എന്നുള്ളതോടെ ആഡ് ചെയ്യുന്നുണ്ടെന്ന്. താഴെയുള്ള ഓപ്ഷൻസിൽ പോയി ടെക്സ്റ്റ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ സബ് ഹെഡിങ് ആണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ആഡ് സബ് ഹെഡിങ്ങിൽ നിന്നുള്ള ഓപ്ഷൻ എടുത്തു. എന്നിട്ട് അവിടെ എലിസബത്ത് ജിജി ബെന്നി എന്ന് ആഡ് ചെയ്യാണ്. അതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് മാറ്റാനായിട്ട് പോവാണ്, ടൈപ്പ് ഒന്ന് മാറ്റാൻ പോവാണ്. ഈ ചങ്ക് 5 എന്നുള്ളത് ഇങ്ങനെ ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ബെന്നിയുടെ സ്പെല്ലിംഗ് തെറ്റാണെന്ന് നമുക്ക് ലേറ്റർ ശരിയാക്കാം. നമുക്ക് ആവശ്യമുള്ളത് ഏതാണ് അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ചങ്ക് 5 എന്നുള്ളത് സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് ആദ്യം ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്ന് മാറ്റട്ടെ. ഇനി ആ എലിസബത്ത് ജിജി ബെന്നി എന്നുള്ളത് ഞാൻ ഇവിടെ താഴെ കൊണ്ട് പ്രതിഷ്ഠിക്കുവാണ്. യൂട്യൂബിൻ്റെ സൈനോട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഞാൻ താഴെയുള്ള ഓപ്ഷൻസിൽ നിന്ന് എലമെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചെന്നിട്ട് യൂട്യൂബ് ലോഗോ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. യൂട്യൂബ് ലോഗോ. അപ്പോൾ തന്നെ മുകളിൽ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ പ്രോ വേണം കേട്ടോ ഈ വേർഷനൊക്കെ. പക്ഷേ പ്രോ വേണ്ടാതെ ഞാൻ കണ്ടത് ഈ ഒരു റെഡ് വണ്ണാണ്. ഞാനതിപ്പോൾ ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സൈസ് തീരെ ചെറുതാക്കി കുറച്ചു. എന്നിട്ട് അതെടുത്തുകൊണ്ട് വന്ന് എൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചു. സംഭവം തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരാനായിട്ട് ചാൻസ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇങ്ങനെയാണ് റിമൂവ് ചെയ്തതെന്നുള്ളതാണ്. നമുക്കിവിടെ താഴെ ഓപ്ഷൻ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് പ്രോ വേർഷനിൽ മാത്രം അവൈലബിൾ ആണ്, നമ്മൾ പേ ചെയ്യണം. അപ്പം ഞാനിപ്പം നിലവിൽ യൂസ് ചെയ്യുന്നത് ഐഫോണാണ്. അപ്പം എൻ്റെ ഗാലറിയിൽ പോയി കഴിയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ എൻ്റെ ഗാലറിയിലുള്ളതാണ്. ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് എനിക്ക് ഈ ടച്ച് ചെയ്ത് ഞാൻ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതുപോലെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ഇങ്ങനെയൊരു ഇത് വരും. ഇതിനകത്ത് ഞാൻ ഷെയർ എന്നുള്ളത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇതുപോലെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഞാൻ അതിനകത്ത് സേവ് ഇമേജ് കൊടുക്കുമ്പോൾ അതൊരു പുതിയ ഇമേജായിട്ട് സേവ് ആയിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവായി എൻ്റെ ആ ഒരു ഞാൻ സെലക്ട് ചെയ്ത പോർഷൻ മാത്രമായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ സാധനം ഇപ്പം നമുക്കവിടെ ഗാലറിയിൽ അവൈലബിൾ ആണ്. എന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് നമ്മളുടെ അപ്ലോഡ്സിൽ അല്ലെങ്കിൽ ക്യാമറ റോളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ അങ്ങനെ തന്നെ വരും. ഞാനിപ്പോൾ ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതായി ഈ ഒരു ഫോട്ടോ. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഫോട്ടോസാണ്. ഇതിൻ്റെയൊക്കെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തേക്കുന്ന എൻ്റെ ഫോട്ടോസാണ് അതൊക്കെ. എനിവേയ്സ് അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തത്. പ്രോ വേർഷനിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അല്ലാതെ വേറെ എനിക്ക് തോന്നുന്നു ഇത് സാംസങ്ങിലും ആപ്പിളിലും ഒരുമാതിരിപ്പെട്ട എല്ലാ ഫോണുകളിലും തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വഴികൾ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ നിലവിൽ ഇങ്ങനെയാണ് ചെയ്തത്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ നിലവിൽ ഹോമിലേക്ക് പോയി നിങ്ങളെ വേറെ ഒരെണ്ണം കൂടെ ചുമ്മാ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു തംബ്നെയിൽ ചെയ്തത് ഈ ഫോട്ടോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആഡ് ചെയ്ത് ചെറിയ ചെറിയ ഇമേജസ് ആണ്. അങ്ങനെ എൻ്റെ എല്ലാ തംബ്നെയിൽസും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ടുള്ളതും ഒരുപാടുണ്ട് കേട്ടോ. അതിനകത്ത് നിങ്ങൾ പ്രോ വേർഷൻ വേണമെന്നുള്ളത് കണ്ടിട്ട് നിങ്ങൾ അയ്യോ ഇതെല്ലാം പ്രോ ആണല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. ഒരുപാട് നല്ല തംബ്നെയിൽസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഇതാണ് ക്യാൻവ. ഞാൻ യൂട്യൂബ് ജേർണി എൻ്റെ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ക്യാൻവ തന്നെയാണ്. സോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞവരെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷേ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് ഞാൻ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ലോങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറയാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.